ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒക്ടോബർ 9 വ്യാഴാഴ്ച പുലർച്ചെ 4 മണി. എന്നത്തെയും പോലെ തന്നെ ഇക്ക തന്നെ രാവിലെ എണ്ണിച്ച് കുളിച്ച് ഒരുങ്ങി ഇക്ക റെഡിയാവുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ശരിക്കും ഇന്നലെ ഇക്ക ഉറങ്ങി കാണില്ല, ഞങ്ങളും ഇന്നലെ ഉറങ്ങിയില്ല കേട്ടോ. കാരണം ഇന്നത്തെ ഒരു യാത്രയയപ്പാണ്. യാത്രയയപ്പെന്ന് പറഞ്ഞാൽ 30 വർഷത്തോളം സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ കുഞ്ഞിക്ക ഇന്ന് സൗദിയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. 2 ദിവസം മുമ്പ് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഇക്കയും ഞങ്ങൾ 4 പേരും കൂടി മാർക്കറ്റിൽ പോയി എല്ലാം വാങ്ങി. കൊച്ചുമക്കൾക്ക് വേണ്ടി മിഠായി വാങ്ങിക്കുന്ന ഒരു വീഡിയോ ആണിത് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ചെല്ലുമ്പോൾ നമ്മുടെ പെട്ടിയിലുള്ള മധുര പലഹാരങ്ങളും ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും ഇതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷം തന്നെയാണ് ഈ കുഞ്ഞിക്ക് 30 വർഷത്തോളം ഈ സൗദി അറേബ്യയിൽ പിടിച്ചു നിർത്തിയത്. എന്തോ പെട്ടെന്ന് ഇക്കയ്ക്ക് പോവേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ ഇക്ക ഇന്ന് യാത്രയാവുകയാണ്. സൗദി അറേബ്യയിലെ പ്രവാസ ജീവിതത്തിന് ശേഷം ഇക്ക ഇന്ന് ഫ്ലൈറ്റ് കയറി കേട്ടോ. ആ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഈ കാണുന്നത് നിങ്ങൾ. ആദ്യം തന്നെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം പെട്ടിയിലാക്കി ആദ്യം തന്നെ ഒന്ന് വെയിറ്റ് നോക്കുകയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ വലിച്ചു വാരി വെക്കുന്നത്. വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ ഞങ്ങൾ കുറേ പാടുപെട്ടു. എന്ത് ചെയ്യാൻ, കമ്പനി 23 കിലോയുടെ ലഗേജേ നമുക്ക് തരത്തുള്ളൂ. അതും പോരാഞ്ഞിട്ട് ഇക്ക 23 എക്സ്ട്രാ കൂടി എടുത്തു, 46 കിലോയോളം. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ റിനു ചേട്ടായി എത്തി. റിനു ചേട്ടായി ഇക്ക 10 വർഷത്തോളമായി അവർ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇക്ക പോകുന്നേ അറിഞ്ഞ് റിനു ചേട്ടായി റൂമിൽ വന്നു, ഇക്കയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. രാവിലെ തന്നെ ഇക്ക ഉണർന്ന് പോകാനുള്ള റെഡിയിലാണ്. രാവിലെ 7 മണിക്ക് തന്നെയാണ് ജിസാൻ ടു റിയാദ്, റിയാദിൽ നിന്ന് നേരെ കൊച്ചിക്കാണ് ഇക്കയുടെ ഫ്ലൈറ്റ്. അങ്ങനെ പ്രശാന്തും ഒരുങ്ങി, ഞാനും റെഡിയായി. അപ്പോഴേക്കും സുനിഷേട്ടനും എത്തി. അങ്ങനെ വണ്ടിയിലേക്ക് ഞങ്ങൾ ലഗേജ് എല്ലാം പറക്കി വെച്ച് നേരെ എയർപോർട്ടിലോട്ടുള്ള യാത്രയിലാണ്. ഇക്ക ശരിക്കും ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് 6 വർഷം ആയി. ഒരേ റൂമിൽ 6 വർഷം ഒന്നിച്ചുണ്ടായിരുന്ന ഞങ്ങളുടെ കുഞ്ഞിക്ക പെട്ടെന്ന് നാട്ടിലോട്ട് പോയി എന്ന് അറിയുമ്പോൾ ഭയങ്കര ഒരു സങ്കടം. എന്തു പറയാൻ, എത്ര നാളെന്നാ, പ്രവാസികളെല്ലാം ഇങ്ങനെ തന്നെയല്ലേ. കുറച്ച് വർഷം ഒന്നിച്ച് നമ്മൾ കൂടെ ഇവിടെ കാണും. നമ്മുടെ അച്ഛനായി, ചേട്ടനായി, എല്ലാമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇക്ക ഇനി ഇല്ല. ഇനി നാട്ടിലാണ് ഇക്ക. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം നയിക്കട്ടെ. 30 വർഷത്തോളം സൗദി അറേബ്യയിൽ നിന്നതല്ലേ. ഇനി നല്ല സന്തോഷത്തോടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കൂടെ അവിടെ അടിച്ചുപൊളിച്ച് ഒരു ജീവിതം തന്നെ ആവട്ടെ ഇക്കയുടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ